ആകാശത്തിൽ ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാലുണ്ടാകുന്ന പ്രകാശം പോലും ഈശ്വരപ്രകാശത്തിൻ്റെ മുന്നിൽ എന്താ പറയുക, വളരെ അസ്തപ്രഭമാണ്. അതൊന്നുമില്ല. അങ്ങനെ ഒരു ശ്ലോകം തന്നെ ഉണ്ടല്ലോ ഗീതയിലെ 11-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നുണ്ട്, ദിവി സൂര്യ സഹസ്രസ്യ ഭവോദ്യുഗപദുദ്ധിത യദിഭാ സദൃശി സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനായും താങ്ങി നിർത്തുന്നത് ഭഗവാനാണ്, പരമേശ്വരനാണ്, ഈശ്വരനാണ്. വിശ്വം മുഴുവനും ചലന സ്വഭാവത്തോടു കൂടിയതാണെന്നറിയുക. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ മണിക്കൂറിൽ 1042 മൈൽ വേഗത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 67,000 മൈൽ വേഗത്തിൽ സൂര്യന് ചുറ്റിലും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഈശ്വരനോ അന്യാദൃശമായ സാമർഥ്യത്താലാണ് ഇവയെല്ലാം താങ്ങി നിർത്തുന്നത്. ഈശ്വരൻ്റെ അനിതര സാധാരണമായ സാമർഥ്യം, ഭഗവാന്റെ ആകർഷണ ശക്തി, ആ നിയമമാകുന്ന ഒരു കെട്ട് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത് എന്നർത്ഥം. ഇതൊരു വളരെ ഉപമയോട് കൂടിയിട്ടുള്ള പറച്ചിലാണ്. പക്ഷെ അതിനകത്ത് ഭക്തിയുടെ അസാധാരണമായ ഒരു ഭാവം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഭക്തിയാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ഇതൊരു അന്ധമായി പറയുകയല്ല. സൂര്യനെയും ചന്ദ്രനെയൊക്കെ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ് എന്ന് വെറുതെ പറയുന്നതല്ല. ആ ഒരു ഭാവാത്മകമായിട്ടൊരു ഭക്തൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ തിരിച്ചറിയുമ്പോൾ, സാധനയിലൂടെ ഭഗവാന്റെ രസം അറിയുമ്പോൾ പറയുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് തൻ്റെ നിയമത്താൽ ഭഗവാൻ ഇവയൊക്കെ നിയന്ത്രിക്കുന്നു എന്നർത്ഥം. കാരണം ഭഗവാൻ ഈശ്വരനാണല്ലോ, അദ്ദേഹം ശക്തിശാലിയാണ്. ശക്തിശാലിക്കല്ലേ ഭരണം നടത്താനാവൂ. എന്തിനേറെ മുല്ലയുടെയും ചമ്പകത്തിൻ്റെയും സുഗന്ധം പോലും ഈശ്വരൻ്റെ സുഗന്ധമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ചമ്പകത്തിൻ്റെ സുഗന്ധം നമുക്കറിയാം, മുല്ലയുടെ സുഗന്ധം, അതൊക്കെ ഈശ്വരൻ്റെ സുഗന്ധമായിട്ടാണ് സാധകൻ അറിയുന്നത്. ഈ ജഗത്ത് ഇങ്ങനെ ഗതിശീലമുള്ളതാണ്, ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ക്ഷണം പോലും അത് നിൽക്കുന്നില്ല. ഈ ബ്രഹ്മാണ്ടത്തിൽ എത്ര ലോകങ്ങളുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സഞ്ചാലനം നിർവഹിക്കുന്നത് മഹത്തായ ഈ ബ്രഹ്മമെന്ന സത്തയാണ് എന്ന തിരിച്ചറിവ് പ്രാചീന വൈദികർക്ക് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഈശാവാസ്യത്തിലെയും മുണ്ടകത്തിലെയും പിന്നീട് വന്ന കഠോപനിഷത്തിലെയും വ്യാസൻ്റെ മഹാഭാരതത്തിലെയും ഒക്കെ പ്രസ്താവനകൾ കാണിക്കുന്നു. അങ്ങനെയുള്ള ആ ഈശ്വരൻ സകല പദാർത്ഥങ്ങളിലും എല്ലാ അധികാരത്തോടെയും വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.